അയ്യോ, ആ പൂവും തട്ടും ഒക്കെ താഴെ വീണപ്പോഴേ അഖിലാണ്ടേച്ചിയുടെ മുഖം ഒന്ന് കാണണമായിരുന്നു. ഈ തൃച്ചെമ്പര ഇളകി താഴെ വീണ് പൊടിഞ്ഞ പോലെ. സത്യം പറഞ്ഞ ഇപ്പോഴും ആലോചിക്കുമ്പോ ചിരി സഹിക്കുന്നില്ല. ചത്തുപോയ തന്തയുടെ ഒരു പിറന്നാൾ ആഘോഷേ, ചത്തുപോയവരുടെ ആണ്ടുബലി കണ്ടിട്ട് ഇത് ചത്തതിന് ശേഷവും പിറന്നാൾ ആഘോഷിക്കാൻ അയാൾ ആരാ? മഹാത്മാക്കള് വല്ലതുമാണോ? ആള് മരിച്ചതല്ല ആന്റി, കൊന്നതാ. നാഗമടത്തുകാരുടെ പ്രതികാരം ഇപ്പോഴും തീർന്നിട്ടില്ല. അത് ആ വംശത്തെ മുഴുവൻ വെള്ള പുതപ്പിച്ച് കിടത്തിയാലേ പക ഒടുങ്ങൂ. അതിന് ചെയ്യേണ്ട കർത്തവ്യം ഈ പ്രിയങ്കയ്ക്കാ. ഓ ശരി ശരി. ഏതായാലും ഞാൻ ഈ കുടുംബത്തിൽ വന്നു കയറിയത് കൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. ആ പിന്നെ വേറൊരു വാർത്തയും കൂടി ഉണ്ട് നിന്നെ കേൾപ്പിക്കാൻ. എന്താ ആന്റി? ആന്റി വിളിക്കുമ്പോഴേ എന്തെങ്കിലും മലങ്കോളാണെന്നും പ്രതീക്ഷിച്ചാ ഫോൺ എടുക്കുന്നത്. ഇപ്പോഴെന്താ തൃച്ചംബരത്ത് പുതിയ വിശേഷം? ആനന്ദ് കൃഷ്ണൻ ആനന്ദ് ഗ്രൂപ്പിന്റെ MD സ്ഥാനത്ത് നിന്ന് മാറി. നാളെ രാവിലെ തൃച്ചംബരത്തെ ഇളയ സന്തതി അരവിന്ദ് കൃഷ്ണന ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD ആയിട്ട് ചുമതലയേൽക്കാൻ പോകുന്നേ. എങ്ങനെയുണ്ട്? ഷോക്കിംഗ് ന്യൂസ് അല്ലേ? ഞെട്ടി പണ്ടാരടങ്ങാൻ നിനക്കിനി. സോറി, ആന്റിക്ക് വേണ്ടി വേണമെങ്കിൽ ഞാനൊന്ന് ഞെട്ടാം. ഇൻഫാക്ട് ഈ വാർത്ത ഈ പ്രിയങ്ക വർമ്മ അറിഞ്ഞിട്ടേ മണിക്കൂറുകളായി. മാത്രമല്ല ശത്രുപാളയത്തിലേക്ക് ഞാൻ എന്റെ ചാരനെ അയച്ചും കഴിഞ്ഞു. ഏതായാലും ഞാൻ ഒന്ന് പറയാം. തൃച്ചംബരത്തെ പുതിയ തുഗ്ലക്ക് ഭരണം ഏറ്റെടുക്കുന്നതോടെ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കാര്യം ഗോവിന്ദയ. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? ആനന്ദ് കൃഷ്ണന്റെ വിപരീത ബുദ്ധിയാ ഇനി ഈ പ്രിയങ്കയുടെ വജ്രായുധം. ആന്റി ചിലത് ഉടനെ പ്രതീക്ഷിച്ചോ. ഇനി തൃച്ചംബരത്തും ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലും സംഭവിക്കാൻ പോകുന്നതേ ചില ഭൂമി കുലുക്കങ്ങളാ. തകർന്നടിയാൻ ഈ പ്രിയങ്ക ഉണ്ടാക്കുന്ന ഭൂമി കുലുക്കങ്ങൾ. അപ്പൊ നീ ഇതുവരെ സ്കൂളിൽ പോകാൻ റെഡി ആയില്ലേ? എന്തെന്നാ പുസ്തകം വെച്ച് കളിച്ചോണ്ടിരിക്കുന്നേ? ഞാൻ എപ്പോഴേ റെഡി. ഇന്ന് ബുധനാഴ്ച, യൂണിഫോം ഒന്നും വേണ്ട. ആ പിന്നെ ചേച്ചി, ഇന്ന് സ്കൂളിൽ നിന്ന് എക്സ്കർഷൻ പോകുന്നുണ്ട്. എന്നെ കൂടി വിടുവോ? 500 രൂപയായോണ്ട് അച്ഛനോട് ചോദിക്കാനൊരു മടി. 500 രൂപയൊന്നൊരു പ്രശ്നമല്ല, എക്സ്കർഷനും വിടാം. പക്ഷേ നീ നന്നായിട്ട് പഠിച്ച് ജില്ലാ കളക്ടറായിട്ട് വരുന്നത് ഈ ചേച്ചിക്കും അച്ഛനും കാണണം. എന്റെ മോൻ ഈ ആഗ്രഹം നടത്തി തരണോന്നേ ഉള്ളൂ. ഉറപ്പായിട്ടും എന്റെ ചേച്ചിയുടെ അച്ഛന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരും. പക്ഷേ ചേച്ചിയെ പോലെ എനിക്കുണ്ട് ഒരു ആഗ്രഹം. അത് ചേച്ചി സാധിച്ചു തരണം. എന്താ പറ്റോ? അതെന്താ ആഗ്രഹം? മനസ്സിലായില്ല. ചേച്ചിയുടെ കഴുത്തിൽ വലിയ കുഞ്ഞ് താലി കെട്ടണം എന്ന ആഗ്രഹം. ഡെമോ കല്യാണമല്ല, ഒറിജിനൽ കല്യാണം. അനികുട്ടാ, നിന്നോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന്. തുടങ്ങി എന്നെ ദേഷ്യം പിടിപ്പിച്ച് അടങ്ങുമല്ലേ? ദേഷ്യമൊക്കെ ചേച്ചിയുടെ നമ്പർ അല്ലേ, അത് കള. ഏതിനും ചേച്ചിയെ പോലെ എനിക്കെല്ലാം ഉള്ളിൽ ഒളിപ്പിക്കാനൊന്നും അറിഞ്ഞൂടാ. ഒരു കാര്യം തീർച്ചയാണ്, ചേച്ചി വലിയ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നത് പോലെ വലിയ കുഞ്ഞ് ചേച്ചിയെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ തന്നെ ചേച്ചിയെ കാണാനും ചേച്ചിയോട് സംസാരിക്കാനും വേണ്ടിട്ടാ വലിയ കുഞ്ഞ് 30 ദിവസം ലീവ് എടുത്ത് നിൽക്കുന്നതെന്നാ എനിക്ക് തോന്നുന്നത്. അയ്യടാ, നല്ല തോന്നല്. ചുമ്മാ വായി തോന്നിയത് വിളിച്ച് പറയല്ലേ അനികുട്ടാ. ഇത്തവണ ടെൻഡർ കിട്ടാത്തോണ്ട് വലിയുഞ്ഞിന് ഒരുപാട് വിഷമമായി. അതാ ഓഫീസ് കാര്യങ്ങളൊക്കെ അനിയൻകുഞ്ഞിനെ ഏൽപ്പിച്ച് വലിയുഞ്ഞ് റെസ്റ്റ് എടുക്കുന്നത്. ശരി ശരി, അങ്ങനെയാണെങ്കിൽ ചേച്ചി ഞാനും തമ്മിൽ ഒരു പന്തയം വെക്കാം. എന്താ, പറ്റുമോ?
പന്തയോ? എന്ത് പന്തയോ? വലിയ കുഞ്ഞിന്റെ മനസ്സിൽ ചേച്ചി ഉണ്ടെന്ന് തെളിയിക്കുന്ന പന്തയം. ദേ, നീ വീണ്ടും അതിലേക്കാ വരുന്നേ. വെറുതെ. ചേച്ചി ആദ്യം പന്തയത്തിന് റെഡിയാണോ എന്ന് പറ. അതിനെന്താ ഇത്ര മടി? ശരി, പന്തയെങ്കിൽ പന്തയം, ഞാൻ റെഡി. പക്ഷെ നീ തെളിയിക്കണം. തെളിയിക്കാം. അതിനാദ്യം ചേച്ചി ഒരു നോട്ട്ബുക്കുമായി വേണം അങ്ങോട്ട് പോകാൻ. ഇത് പിടിക്കും. ഈ നോട്ട്ബുക്കുമായിട്ടോ? എന്തിന്? കാര്യമുണ്ട്. ഇന്ന് ചേച്ചിയെ വലിയ കുഞ്ഞ് ഓരോ പ്രാവശ്യം ഓരോ കാര്യത്തിന് വിളിക്കുമ്പോ ചേച്ചി ഈ നോട്ട്ബുക്കില് ഓരോ ശരിയിടണം. ഇങ്ങനെ. ഇതുപോലെ. ശരിയിടുമ്പോ എന്ത് സംഭവിക്കാനാ? നിനക്കെന്തോ സാരമായിട്ട് കുഴപ്പം പറ്റിയിട്ടുണ്ട്. തൂക്കി കയറി വീട് വെക്കല്ലേ. ആദ്യം ഞാൻ പറഞ്ഞ പോലെ ചേച്ചി ഓരോ ശരിയിട്ടുണ്ട് വാ. അപ്പോഴറിയാം വലിയ കുഞ്ഞ് ഒരു ദിവസം ചേച്ചി എത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ടെന്നും ആ മനസ്സിൽ ചേച്ചി എത്രത്തോളം ഇടം പിടിച്ചിട്ടുണ്ടെന്നും. ചേച്ചി എന്താ ഇത്ര ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല. നീ പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ചതാ. എന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ഇത് പന്തയോ, പ്രേമം തെളിയിക്കുന്ന പന്തയം. ഇതാ, പിടിക്ക്. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ചെയ്തു കാണിക്ക്. ഞാൻ സ്കൂളിൽ പോയി വന്ന ശേഷം ആ ശരികൾ എണ്ണി നോക്കി ബാക്കി തീരുമാനിക്കാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ചായ. ആനന്ദേ, MD സ്ഥാനം ഒഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഫയൽ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. അതോ ഇനി MD സ്ഥാനം ഒഴിഞ്ഞ കാര്യം മറന്നുപോയോ? എന്താ സംഭവം? സംഭവം ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് ഇളയമേ. വീട്ടിലിരുന്ന് ഉണ്ണേ ഉറങ്ങുകയും ചെയ്യുന്ന ഇളയമയ്ക്ക് ഇതൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. അമ്മ അച്ഛൻ ഇതിലൊന്ന് സൈൻ ചെയ്യണം പ്ലീസ്. എന്താണ് ഇത്? 30 ദിവസത്തേക്ക് MD സ്ഥാനത്ത് നിന്ന് എന്നെ റിലീവ് ചെയ്യുന്നതിന് ഡോക്യുമെന്റ്സ്. എന്നാലേ അരവിന്ദൻ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഫോർമാലിറ്റീസിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒരേ കുടുംബത്തിൽ തന്നെ ഉള്ളതല്ലേ രണ്ടാളും. മാത്രമല്ല ഈ ചെറിയൊരു കാലയളവിലേക്ക്. എന്താ ശിവരാമേട്ട ഇത്? റൂൾ ഈസ് ദ റൂൾ, റൂൾ ഫോർ ഓൾ എന്ന് പറഞ്ഞു കൊടുത്ത ശിവരാമേട്ടൻ തന്നെയാണോ ഇങ്ങനെ പറയുന്നത്? വിലാസിനി, ഇത് സർക്കാർ സ്ഥാപനമല്ല. റൂളും വകുപ്പും ഒക്കെ പേന കൊണ്ട് എഴുതാനും റബ്ബർ കൊണ്ട് മായ്ക്കാനും ഞങ്ങൾക്ക് കഴിയും. വേണ്ടാത്ത കാര്യങ്ങളിൽ നീ തലയിടണമെന്നില്ല. കൃഷ്ണേടാ, ഇങ്ങതാ, ആദ്യം ഞാൻ തന്നെ ഒപ്പിടാം. താങ്ക്സ്. നമ്മുടെ MD എത്തിയല്ലോ.
അരവിന്ദ്, യു ആർ ലുക്കിംഗ് ഗ്രേറ്റ്. താങ്ക്സ് അച്ഛാ. കൺഗ്രാചുലേഷൻസ്. താങ്ക്സ് അമ്മ. അരവിന്ദ്, ബ്രോ, ദാ ഇത് വാങ്ങിക്ക. ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്. ഈ നിമിഷം മുതൽ കമ്പനിയുടെ എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള അധികാരം നിനക്ക്. ചെയർമാനും ബോർഡ് ഓഫ് ഡയറക്ടറും സൈൻ ചെയ്തെന്ന ഫയലാത്. പിന്നെ ഈ സ്യൂട്ട് എന്നെക്കാൾ നന്നായി നിനക്കാ ചേരുന്നത്. ബ്രോ കരയ്ക്കല്ലേ. ബ്രോ, ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല ബ്രോ. ബ്രോ മനഃപൂർവ്വം എന്നെ ഈ സ്ഥാനത്തിരുത്തിയതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ബ്രോ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്യൂട്ട് ബ്രോയേക്കാൾ ചേർന്ന് എനിക്കായിരിക്കാം. പക്ഷെ ആ MD-യുടെ സീറ്റ് എനിക്ക് ചേരില്ല ബ്രോ. ഞാൻ ശുദ്ധ പരാജയമായിരിക്കും, നോക്കിക്കോ. ഏയ് നോ, എനിക്ക് വിശ്വാസം നിന്നെ. നീ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പേരെടുക്കുന്ന MD ആയി മാറും. വിതിൻ 1 month. ബെറ്റ് വയ്ക്കാൻ ഞാൻ. അതറിയില്ല. ഏതായാലും എനിക്ക് അറിയാവുന്ന പോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കും. എന്തെങ്കിലും തെറ്റ് വന്നാൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതിലൊന്നും ഒരു കാര്യമില്ല. ഫയലിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ ആനന്ദിന് ഫോൺ ചെയ്താൽ മതി. ഒരു വെളിപ്പാടകല ഞങ്ങളെല്ലാം ഉണ്ട്. അരവിന്ദേ, നീ പേടിക്കണ്ട. എന്താവശ്യം വന്നാലും നന്ദനയും നിന്നെ സഹായിക്കും. നന്ദനെ കണ്ടില്ലല്ലോ, അവളെവിടെ പോയി? അത് മാഡം, അനിയൻ കുഞ്ഞ് ആദ്യമായിട്ട് കമ്പനി പോകുന്നതുകൊണ്ട് വിളിപ്പുറത്ത് ദേവിക്ക് പൂജ ചെയ്യാൻ പോയതാ. ഇപ്പൊ വരുമെന്ന് തോന്നുന്നു. ഓ, അമ്പലത്തിൽ പോയതാ, നന്നായി. കല്യാണി, ആരതി ഒഴിയണം. ഇവൻ ആദ്യമായിട്ടൊരു ജോലി ഏറ്റെടുക്കല്ലേ. അറിയാം മാഡം, ആരതി റെഡിയാ. സുജാതേച്ചി, കുഞ്ഞിന് ആരുടെയും കണ്ണുപെടില്ല, ഉറപ്പ്. ആരുടെ കണ്ണ് പെട്ടാലും കുഴപ്പമില്ല, നിന്റെ കണ്ണ് പെടാതിരുന്നാ മതി. അതാ കൂടുതൽ കുഴപ്പം. കല്യാണിയുടെ കണ്ണ് അത്തരം കണ്ണല്ലേ ഇളയമേ. നമ്മുടെ ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ഐശ്വര്യത്തിന് കാരണം ആ കണ്ണുകളാണ്. ഓ, അത് ശരിയാണല്ലോ. ലോകസുന്ദരി ഐശ്വര്യ റോയേക്കാളും സുന്ദരമായ കണ്ണല്ലേ ഇവളുടേത്. ഓ, ഞാനതങ്ങ് മറന്നുപോയി. വിലാസിനെ, ഓ, ഞാനൊന്നും പറയുന്നില്ലേ. നിനക്ക് ഇവളോട് പ്രണയമായതുകൊണ്ട് ഇവളെ ഒന്നും പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെടില്ല എന്ന് എനിക്കറിയാം. നീ 30 ദിവസം വീട്ടിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ പോകുന്നത് എന്തിനാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അച്ഛനും അമ്മ എന്നെ അനുഗ്രഹിക്കണം. God bless you. All the best. Bro. All the best. Thank you so much, bro. I love you. അരവിന്ദേ, പോയിട്ടോ. ശരി അമ്മ. ഇളയമ്മ, പോയിട്ട് വരാം. ആ, ശരി.
ഹലോ, ഗുഡ് മോർണിംഗ്. വെരി വെരി ഗുഡ് മോർണിംഗ് മിസ്റ്റർ ശ്രീനിവാസ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD-യുടെ സെക്രട്ടറി പോസ്റ്റ് ആരും കൊതിക്കുന്ന സ്ഥാനമാ. അല്ല, തൃച്ചംബരത്തെ ഇളയ സന്തതി മിസ്റ്റർ അരവിന്ദ് കൃഷ്ണൻ MD-യുടെ സ്ഥാനം ഏറ്റെടുക്കാൻ വന്നില്ല ഇതുവരെ? ഇതുവരെ എത്തിയില്ല, ഞങ്ങള് വെയിറ്റിംഗിലാ. അയ്യോടാ, ഇതുവരെ എത്തിയിട്ടില്ലെന്നോ? വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് ഒരുപാട് നേരം ആയല്ലോ. ഇന്ന് സിറ്റിയിൽ വലിയ ട്രാഫിക്കും ഇല്ല, പിന്നെ എന്ത് പറ്റി? അതറിയില്ല, ഒരുപക്ഷെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും. ഏയ് നെവർ, അവൻ അത്തരം ശീലങ്ങളൊന്നുമില്ല. അവൻ തൃച്ചംബരത്തെ വെറും ഒരു കോമഡി ക്യാരക്ടറാണ്. ഇനി അഥവാ അവൻ ഏത് ദൈവത്തെ കൂട്ടുപിടിച്ചാലും തൃച്ചംബരത്തിന്റെ അടിത്തറ ഇളക്കുക എന്റെ ലക്ഷ്യം. അറിയാലോ, അതിനു വേണ്ടിയാ ഞാൻ നിങ്ങൾക്ക് അവിടെ ഒരു പോസ്റ്റ് റെഡിയാക്കി തന്നത്. അറിയാം പ്രിയങ്ക, വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ബൈ ദ ബൈ, ഞാൻ തന്ന ഫയൽ കയ്യിലുണ്ടല്ലോ അല്ലേ? യെസ്, ഫയൽ എന്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. ഞാൻ അതൊന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്തു. ആനന്ദ് ഗ്രൂപ്പിന് നമ്മൾ കൊടുക്കുന്ന നല്ലൊരു ഷോക്കാ അത്. യെസ്, വൺ തിങ് ഐ എം ഷുവർ, ആനന്ദിന്റെ സീറ്റിൽ അരവിന്ദ് ഇരുന്നെന്ന് വെച്ച് ഒരിക്കലും അരവിന്ദിന് ആനന്ദാവാൻ പറ്റില്ല. ബിസിനസ്സിൽ ആനന്ദ് ഡോക്ടറേറ്റ് ആണെങ്കിൽ അരവിന്ദ് LP സ്കൂളിന്റെ പഠിച്ചവിട്ടാത്ത വെറും ഒരു നിരക്ഷര കുക്ഷിയാ. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം MD-യുടെ ചെയറിലിരിക്കുമ്പോ അരവിന്ദ് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ആ അവസരം മുതലാക്കി വേണം മറ്റു ഫയലുകൾക്കൊപ്പം ഞാൻ ഏൽപ്പിച്ച ഫയലും ഒപ്പിട്ട് വാങ്ങാൻ. തീർച്ചയായിട്ടും ഞാനും അത് തന്നെയാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. അരവിന്ദ് ആ ഫയലിലിടുന്ന കയ്യൊപ്പ് വെച്ച ഇനി ഞാൻ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയുടെ തലയിലെഴുത്ത് മാറ്റാൻ പോകുന്നത്. അവിടെ ഒപ്പിടുന്ന കാര്യത്തിൽ അബദ്ധങ്ങളൊന്നും പറ്റാൻ പാടില്ല. സോ യു ബി കെയർഫുൾ, ഓക്കെ? ഓക്കെ പ്രിയങ്ക, യു ക്യാൻ ട്രസ്റ്റ് മീ. ഈ ശ്രീനിവാസ് ഒരു കാര്യമേറ്റാതെ ക്ലീൻ ആയിട്ട് നടത്തിയിരിക്കും. സർ, MD എത്താറായി. ഓക്കെ, പോ. ഞങ്ങളുടെ MD എത്തി. സ്വീകരിക്കാൻ പോണം. ഐ വിൽ ക്യാച്ച് യു ബാക്ക്. ഓക്കെ, അവൻ ആ ഫയലിൽ സൈൻ ചെയ്തിട്ട് വിളിച്ചാ മതി. ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കോൾ. ഓക്കെ, ഡൺ. ഓക്കെ. വെൽക്കം സർ. താങ്ക് യു.